എൻ്റെ പേര് ജീവിത. ഞാൻ പാലാരിവട്ടത്തു നിന്നാണ് വരുന്നത്. എൻ്റെ അപ്പച്ചൻ കഴിഞ്ഞ മാസം ഫെബ്രുവരി 2-ാം തീയതി പെട്ടെന്ന് മരിച്ചതാണ്. അപ്പോൾ അത് കേട്ടപ്പം തന്നെ ഞങ്ങൾക്ക് ഷോക്കായിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ബൈബിളൊക്കെ വായിച്ച് കഴിഞ്ഞ് ഇരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എന്തോ ഇങ്ങനെ വന്ന് തട്ടുന്നെന്ന് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിൽ എന്തോ വന്ന് തട്ടുന്നു, എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്താ മരിച്ചു പോകുകയെന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനും മരിച്ചു പോവുക. മുകളിൽ നിന്ന് എൻ്റെ മനസ്സിലൊക്കെ ആരോ എൻ്റെ പേര് ഉച്ചത്തിൽ വിളിക്കുന്ന പോലെ തോന്നിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വല്ലാണ്ട് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ ഇട്ടിരുന്ന വേഷത്തിൽ തന്നെ വീട്ടിന് പുറത്തോട്ട് വെളിയിലോട്ട് ഇറങ്ങി ഓടി. എൻ്റെ ഹസ്ബൻഡ് ശരിക്കും പേടിച്ചു, എൻ്റെ മമ്മിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അടുത്തൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് നെഞ്ചിന് ഭയങ്കര വേദനയാണ്, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ എറണാകുളം മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ അവിടെ ECG ഒക്കെ എടുത്തു വെച്ചിട്ട് പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, എന്തോ മനസ്സിന് പെട്ടെന്ന് ടെൻഷൻ പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എത്ര പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് ഭയങ്കര നെഞ്ചുവേദനയാണ്, പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ എനിക്ക് രാത്രിയാകാൻ പറ്റത്തില്ല. രാത്രി ഒരു 6:30-6:45 കഴിഞ്ഞാൽ എനിക്ക് വെപ്രാളമാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടമാണ്. ഞാൻ പറയും, എനിക്ക് നെഞ്ചുവേദന, പ്രാർത്ഥിക്കാനിരിക്കാൻ പറ്റത്തില്ല. ജപമാല ചൊല്ലുന്ന സമയമാകുമ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാളമാണ്. ഞാൻ പറയില്ല, എനിക്ക് നെഞ്ചിന് വേദനയാണെന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്ത് കൊണ്ടുപോകാനൊരു ഹോസ്പിറ്റലിൽ അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി. അവസാനം അവരെല്ലാവരും പറഞ്ഞു, ചെയ്യാം, നമുക്ക് സൈക്യാട്രിക് കൺസൾട്ടേഷൻ കാണിക്കാം. ഞാൻ പറഞ്ഞു, എത്ര സൈക്യാട്രിക് കൺസൾട്ടേഷനാണെന്ന് പറഞ്ഞാലും എൻ്റെ വേദന എനിക്കറിയാം, എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയിൽ ഒരു 11 മണി, ഒരു 3 മണിയാകുമ്പോൾ എന്നെ ആരോ വന്ന് വിളിക്കും. അപ്പോൾ ഞാൻ എഴുന്നേക്കും. അന്നേരം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, ഞാനും എന്തായാലും പെട്ടെന്ന് മരിച്ചു പോകും, ഞാൻ മരിച്ചു പോയത് തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു മാനസികമായിട്ടൊരു വല്ലാണ്ട് വിഭ്രാന്തിയായി. ഹോസ്പിറ്റലിൽ എല്ലാവരും പോയി. അവർ പറഞ്ഞു സൈക്യാട്രിയെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ സൈക്യാട്രിക് കൺസൾട്ടേഷൻ കാണിച്ചു. അവർ പറഞ്ഞു പാനിക് ഡിസോർഡറാണ്, മെഡിസിൻ എടുത്തോ എന്ന് പറഞ്ഞ് അവർ മെഡിസിൻ തന്നു. എനിക്ക് ഉറങ്ങാനുള്ള ഗുളിക അവർ എഴുതുന്നു, എവിടെ ചെന്നാലും ഉറങ്ങാനുള്ള ഗുളിക. അപ്പോൾ ഞാൻ അവരോടെല്ലാം ദേഷ്യപ്പെടുമായിരുന്നു. എവിടെ അസുഖമാണെന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങളെല്ലാവരും ഉറക്ക ഗുളിക തന്നെ, എന്നെ ഉറക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. എന്നാലും ഉറക്ക ഗുളിക എത്ര കഴിച്ചാലും ഞാൻ രാത്രി എഴുന്നേക്കേണ്ട സമയമാകുമ്പോൾ 11 മണി 3 മണി സമയം ഞാൻ എഴുന്നേക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങും. അങ്ങനെ എൻ്റെ മദറിൻലോ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. മമ്മിയുമായിട്ട് ഞാൻ അങ്ങനെ ഒരു ദിവസം രാത്രി എനിക്ക് പെട്ടെന്ന് വെപ്രാളം ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് നെഞ്ചുവേദന എടുക്കുമെന്ന് പറഞ്ഞ് അവർ വീണ്ടും ECG എടുത്തു, എക്കോ ഒക്കെ എടുത്തു. അപ്പോഴത്തേന് BP ഒക്കെ 180 120 ഒക്കെ ആയി. അങ്ങനെ അവർ വീണ്ടും എനിക്ക് മെഡിസിൻ തന്നു, അവിടെ കിടത്തി. അത് കഴിഞ്ഞ് കുറച്ച് 4 മണിയൊക്കെ ആയപ്പോൾ അവർ തിരിച്ചു വിട്ടു. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ മരിച്ചു പോകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്, ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ വിഷമം എത്രയാണെന്ന് മാതാവിന് അറിയാമല്ലോ. എനിക്കൊരു കുഴപ്പം പറ്റില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിറ്റേ ദിവസം എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഇപ്പം വീണ്ടും വെപ്രാളം തുടങ്ങി. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ മാതാവിനോട് ഇവിടെ ഒന്ന് നന്ദി പറഞ്ഞിരുന്നു. അതിനുശേഷം എനിക്ക് എത്ര പോയിട്ടും അങ്ങനെ എന്നെ ഒരുപാട് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി. എൻ്റെ പേടി അങ്ങോട്ട് മാറുന്നില്ല. ഉറങ്ങാനുള്ള ഗുളികയും തരുന്നുണ്ട്, അവർ പലതും പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ കഴിഞ്ഞ മാസം മൂന്നാം ചൊവ്വാഴ്ച ഞാനും എൻ്റെ മമ്മയും കൂടെ ഇവിടെ ധ്യാനത്തിന് വന്നു. അന്ന് ഭാഗ്യം പോലെ അച്ഛനെ കാണാനുള്ള അവസരം ഉണ്ടായി. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഈശോയുടെ കുരിശിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുഖത്തോട്ട് എന്തോ ഒരു പ്രകാശം അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഞാൻ ഇവിടെ ഈ ഫ്രണ്ടിലാണ്, ഞാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് നിലവിളിച്ചു ആരാധന ഉയർത്തിയപ്പോൾ, മാതാവേ, എല്ലാവരും പറയുന്നു എൻ്റെ മനസ്സിൻ്റെ ആണ്, പക്ഷേ എൻ്റെ വേദന എത്രയാണെന്ന് നിനക്കറിയാം, എനിക്ക് ഭയങ്കര വെപ്രാളമാണ്. ആ വെപ്രാളം വന്ന ഒരു നിമിഷം പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആർക്കും അറിയത്തില്ലെങ്കിലും നിനക്കറിയാമല്ലോ, എനിക്ക് സൗഖ്യം തന്നേ പറ്റൂ. അടുത്ത പ്രാവശ്യം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, എനിക്ക് കുഴപ്പമൊന്നും പറ്റരുത്. ഞാൻ മറ്റുള്ളവരെയൊക്കെ കൊതിയോടെ നോക്കുമായിരുന്നു, എന്ത് സമാധാനമായിട്ട് അവരൊക്കെ ഇരിക്കണം, എൻ്റെ മനസ്സിന് മാത്രം എനിക്ക് കുളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി വിഷമിച്ചായിരുന്നിരുന്നത്. പക്ഷേ മാതാവ് ഇവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥിച്ച് വീട് ചെന്നതിന് ശേഷം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ആദ്യമായിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇന്നലെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് ചോദിച്ചു, നീ ഇതായി ഇരുട്ടത്തൊക്കെ നിൽക്കാൻ തുടങ്ങിയല്ലോ, നിനക്ക് ഭയങ്കര ധൈര്യമായല്ലോ എന്ന്. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാനും സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ പേടിയൊക്കെ എൻ്റെ മാതാവ് ഏർപ്പെടുത്തി മാറ്റി തന്നു. ഞാനിവിടെ കൗണ്ടറിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സാക്ഷ്യം ചെറുതായതുകൊണ്ട് ഇവിടെ പറയാൻ സമ്മതിക്കത്തില്ലായിരിക്കും. എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നാലും എൻ്റെ മാതാവേ, നീ എന്നെ അനുഗ്രഹിച്ചതല്ലേ, ഇത്രയും ആൾക്കാരുടെ മുന്നിൽ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് നീ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അവിടെ വന്നിരുന്നു പറഞ്ഞിരുന്നു. എന്നാൽ എൻ്റെ പേര് വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി നന്ദി. അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ ആ പേടി മാത്രമല്ല, എൻ്റെ ഒരുപാട് പേടികൾ മാതാവ് എടുത്ത് മാറ്റി തന്നു. എനിക്ക് 1000 നന്ദി പറയുന്നു അമ്മ മാതാവിന്.